നന്നായിട്ടൊരു സിനിമ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ക്ലൈമാക്സ് കാണാൻ പറ്റാതെ ഇറങ്ങി വരേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അതൊട്ടും സുഖമുള്ള കാര്യമല്ല. വാഴ 2 എന്ന സിനിമ കാണാൻ പോയപ്പോഴുണ്ടായ എൻ്റെ തന്നെ അനുഭവത്തെ പറ്റിയാണ് ഈ വാർത്ത. ഇതേ അവസ്ഥ ഹൗസ്ഫുൾ ഷോ കാണാനിടുന്ന എൻ്റെ ഒപ്പമുള്ള ഏകദേശം 300-ലധികം ആളുകൾക്കും അനുഭവിക്കേണ്ടി വന്ന ഒരു കാര്യം കൂടിയാണ്. ഇന്നലെ, അതായത് മാർച്ച് 7-ാം തീയതി രാത്രി 9:15 തിരുവനന്തപുരം വഴുതക്കാടുള്ള കലാഭവൻ തിയേറ്ററിലായിരുന്നു ഞാൻ സിനിമ കാണാൻ പോയത്. ഞാനും എൻ്റെ ഭാര്യയും ഗോൾഡ് കാറ്റഗറിയിൽ D17, D18 സീറ്റുകളിലാണ് ഇരുന്നത്. സിനിമ തുടങ്ങി ഇൻ്റർവെല്ലും കഴിഞ്ഞ് സിനിമ ഏകദേശം ക്ലൈമാക്സിനോട് അടുത്തൊക്കെ എത്താറായപ്പോഴത്തേക്കും സ്ക്രീൻ ഓഫായി, അതായത് പടം നിന്നു. എന്തെങ്കിലും ചെറിയ സാങ്കേതിക പ്രശ്നമാകും, അല്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുമെന്ന ചിന്തയിൽ ഞാനടക്കമുള്ള കാണികൾ ഏകദേശം 5 മിനിറ്റോളം വെയിറ്റ് ചെയ്തു. പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണ്, സിനിമ ഷോ നിന്ന് ഏകദേശം 5 മിനിറ്റിനുള്ളിൽ തന്നെ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നീട് വെളിയിൽ വെച്ച് കണ്ടൊരു സുഹൃത്തിൻ്റെ ഫോണിലാണ് ഈ ദൃശ്യങ്ങൾ പകർത്തി അയച്ചു വാങ്ങിയത്. അപ്പോഴേക്കും ഏകദേശം തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ തീവ്രത ഇടയ്ക്ക് കാണിക്കുന്ന ഈ വിഷ്വൽസിലുള്ളത് പോലെ ആയിരുന്നില്ല എന്നുകൂടി പറയുകയാണ്. അതായത് ഈ ദൃശ്യങ്ങളൊക്കെ വീണ്ടും ഒരുപാട് സമയം കഴിഞ്ഞാണ് ഷൂട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇനി പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ഞങ്ങളങ്ങനെ സിനിമ ഉടനടി ഇടുമെന്ന പ്രതീക്ഷയിൽ ഇരിക്കുകയാണ്. എന്നിട്ടും രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ ഞാനടക്കം ചുരുക്കം ചില ആളുകൾ എന്താണ് സംഭവിച്ചതെന്നറിയാൻ തിയേറ്റർ സ്റ്റാഫുകളെ കാണാനായി ഇറങ്ങിപ്പോയി. നിരന്തരം ഷോകൾ ഇടുന്നത് കൊണ്ട് സെർവർ ചൂടായതാണ്, അതിൻ്റെ പ്രശ്നം ഉടൻ തന്നെ പരിഹരിക്കുമെന്നും ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ സിനിമ ഇടാൻ പറ്റുമെന്നും മറുപടി കിട്ടി. വീണ്ടും അത് വിശ്വസിച്ച് ഞാൻ ഉൾപ്പെടെ പോയ ആളുകൾ തിരികെ സീറ്റിലേക്ക് മടങ്ങി വന്നിരുന്നു. വീണ്ടും പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും സിനിമ കാണിക്കാത്തത് കൊണ്ട് വീണ്ടും ഇറങ്ങി കാര്യം തിരക്കി. അപ്പോഴാണ് സർവമായ എന്ന സിനിമ പ്രദർശിപ്പിക്കവെയും ഇതേ അവസ്ഥയുണ്ടായി എന്ന് തിയേറ്ററുമായി ബന്ധപ്പെട്ടൊരു വ്യക്തി പറഞ്ഞത്. സത്യത്തിൽ ആ ഒരു വാചകമാണ് ഞാൻ ഈ കാര്യങ്ങൾ വിശദമായ ഒരു വാർത്ത പോലെ ചെയ്യാമെന്ന് ചിന്തിക്കാനുണ്ടായ പ്രധാന കാര്യം. ഒരുപക്ഷെ എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞ വ്യക്തിയുടെ ജോലിയെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ എന്ന തോന്നൽ കൊണ്ട് അയാൾ ആരാണെന്നോ അല്ലെങ്കിൽ അയാൾ അവിടെ എന്ത് ജോലി ചെയ്യുന്ന ആളാണെന്നോ ഞാൻ പറയുന്നില്ല. അവസാനം പിന്നെയും എന്തായാലും ഇതുപോലെ ഈ കാര്യങ്ങളൊക്കെ കേട്ട് തിരികെ സീറ്റിലേക്ക് വന്നിരുന്നു. പിന്നെ എന്തായാലും ഒരു 10 മിനിറ്റിനകം എല്ലാത്തിനും ഒരു തീരുമാനമായി. സെർവർ കത്തിപ്പോയി, സിനിമ കാണിക്കാൻ കഴിയില്ല എന്നതായിരുന്നു അവസാനം കിട്ടിയ മറുപടി. അവസാനം എന്തായാലും ദേഷ്യം പിടിച്ചും നിരാശയോടെയും ഒക്കെ എല്ലാവരും തിയേറ്ററിൽ നിന്നും ഇറങ്ങി. അതിലൊരാൾ പിന്നിൽ നിന്ന് ഇതവന്മാരുടെ സ്ഥിരം പരിപാടിയാണെന്ന് പറഞ്ഞത് ഞാൻ കൃത്യമായി കേട്ടതുമാണ്. അപ്പോഴേക്കും അടുത്ത ഷോയ്ക്കുള്ള ആളുകൾ ഏകദേശം 10-15 മിനിറ്റ് മുന്നേ അവിടെ, അതായത് നമ്മുടെ ഈ ഷോ നടക്കുന്ന സ്ക്രീനിന് മുന്നിൽ അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അവർക്കും പിന്നീട് ആ ഷോ കാണാൻ സാധിച്ചില്ല. അവരും നിരാശരായി മടങ്ങേണ്ടി വന്നു. പിന്നീട് എങ്ങനെയാണ് റീഫണ്ടിനുള്ള കാര്യങ്ങൾ എന്നറിയാൻ വീണ്ടും ടിക്കറ്റ് കൗണ്ടറിന് അടുത്തേക്ക് പോയി. അവിടെ ഇതേ കാര്യം തിരക്കാനായി ആളുകൾ തിങ്ങി നിൽപ്പുണ്ടായിരുന്നു. കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തവർക്ക് അന്നേരം തന്നെ പണം തിരികെ നൽകുകയും ബുക്ക് മൈ ഷോ തുടങ്ങിയ ആപ്പുകൾ വഴി ബുക്ക് ചെയ്തവർക്ക് 2 ദിവസത്തിനുള്ളിൽ പണം തിരികെ ലഭിക്കുമെന്നും അവർ അറിയിച്ചു. ഞാനും ആപ്പ് വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ കേരള സർക്കാരിൻ്റെ KSFDC അഥവാ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷന് കീഴിൽ വരുന്ന തിരുവനന്തപുരത്തെ പല തിയേറ്ററുകളൊന്നാണ് വഴുതക്കാടുള്ള കലാഭവൻ തിയേറ്റർ. മുൻപ് പറഞ്ഞതുപോലെ ഇതേ അനുഭവം ഉണ്ടായിട്ടും ഷോ മുടങ്ങിയിട്ടും അത് ഒരൊറ്റ ഷോ ആയിരിക്കാം, അല്ലെങ്കിൽ പിന്നീടും ഇതേ അവസ്ഥ ഉണ്ടായി കാണാം, അല്ലെങ്കിൽ അത് ഉണ്ടായി കാണില്ല. അതിനെപ്പറ്റി കൃത്യമായി അറിയാത്തത് കൊണ്ട് പറയുന്നില്ല. അതെന്തായാലും ഈ ഒരൊറ്റ അനുഭവം ഇത്തരത്തിലുണ്ടായ പക്ഷം അതിന് ശാശ്വത പരിഹാരം കാണാതെ ഇത്തരമൊരു സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജനങ്ങളുടെ സമയത്തെ, അല്ലെങ്കിൽ സിനിമ കാണാൻ വരുന്നവരെ അത്ര വില കുറച്ച് കാണുന്നത് കൊണ്ടാണെന്ന് പറയേണ്ടി വരും. ഇപ്പോഴുള്ള ഡിജിറ്റൽ ഫിലിം പ്രൊജക്ഷന്റെ സാങ്കേതിക വശങ്ങളെ പറ്റി അറിയാത്തത് കൊണ്ട് തന്നെ അവർ പറഞ്ഞ ഈ സെർവർ ചൂടാകുന്ന ഇഷ്യൂ സത്യമെന്ന് വിശ്വസിക്കാനേ തരമുള്ളൂ. നമ്മളൊക്കെ പതിവായി പറയാറുള്ളത് പോലെ ഇതൊക്കെ നട്ടിലും ബോൾട്ടിലും ഒക്കെ ഓടുന്ന മെഷീനൊക്കെയാണ്. അതിനൊക്കെ കംപ്ലൈൻറ്റുകളൊക്കെ വരും, അതൊക്കെ അറിയാം. പക്ഷേ മുൻപ് ഇതുപോലെ സിനിമ നിന്നുപോയ, തുടർന്ന് സിനിമ കാണിക്കാൻ പറ്റാത്ത അവസ്ഥ ഒരൊറ്റ വട്ടം പോലും ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനുള്ള പരിഹാരം കാണാത്തത് അങ്ങേയറ്റം കഷ്ടമാണ്. അതാണ് ഈ വാർത്ത ചെയ്യാനുണ്ടായ പ്രധാന കാരണവും. അവിടെ ഈ സിനിമ കാണാൻ വന്നവരുടെ പണം പോയതോ അല്ലെങ്കിൽ ആ പണം തിരികെ എപ്പോൾ കിട്ടും എന്നുള്ള കാര്യം മാത്രമല്ല പ്രധാന പ്രശ്നം. വേറെ ഏതെങ്കിലും തിയേറ്ററിൻ്റെ ഇതേ തിയേറ്ററിൻ്റെ തന്നെ ഈ സിനിമ ഇനിയും കാണണമെങ്കിൽ വീണ്ടും എല്ലാവരുടെയും അത്രയും സമയം പോവുകയാണ്. ക്ലൈമാക്സിനോട് അടുപ്പിച്ച് ഏകദേശം 20 മിനിറ്റ് കാണണമെങ്കിൽ അതുവരെ കണ്ടു തീർത്ത പടം, അതായത് ഈ ഒരു 2 മണിക്കൂറും 43 മിനിറ്റുള്ള ഈ ഒരു പടം വീണ്ടും കാണേണ്ടി വരുന്ന അവസ്ഥയാണ് വരുന്നത്. അതുകൊണ്ട് ദയവായി കലാഭവൻ തിയേറ്ററുകാരോ അല്ലെങ്കിൽ ഇതുപോലെ ഈ തിയേറ്ററിന്റെ പ്രവർത്തനം കൈകാര്യം ചെയ്യുന്ന സർക്കാർ സംവിധാനങ്ങളും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. കാരണം എല്ലാ മനുഷ്യരുടെയും സമയത്തിന് വിലയുണ്ട്. അത് നിങ്ങൾ തീർച്ചയായും കണക്കിലെടുക്കണം. പല സാഹചര്യങ്ങൾ അനുകൂലമായി വരുമ്പോഴാണ് നമ്മളിൽ പലരും കുട്ടികളുമായും അല്ലെങ്കിൽ അമ്മയും അച്ഛനുമായും അല്ലെങ്കിൽ പ്രായമായവരും ഒക്കെ ആയോ അല്ലെങ്കിൽ ഒറ്റയ്ക്കൊക്കെയോ സിനിമ കാണാനായി വരുന്നത്. അല്ലെങ്കിൽ മുൻപ് പറഞ്ഞതുപോലെ നിർത്താതെ ഷോ കളിക്കുന്നത് കൊണ്ട് സെർവർ ചൂടാകുന്നതാണ് വിഷയമെങ്കിൽ ഒരു ഷോ വേണ്ടെന്ന് വെക്കുന്ന ഒരു സിസ്റ്റത്തിലേക്കും കാര്യങ്ങൾക്ക് എത്താൻ സാധിക്കും. അപ്പോൾ അതും പറ്റില്ല. ഇത്തരത്തിൽ മാക്സിമം ഷോ ഇട്ട് ടിക്കറ്റ് വിൽക്കുകയും വേണം.
എന്നാൽ പ്രശ്നം പരിഹരിക്കത്തുമില്ല എന്നുള്ളൊരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ വരുമ്പോഴാണ് അത് വളരെ കഷ്ടമായി തോന്നുന്നൊരു കാര്യം. ഇത് ഒരുമാതിരി സിനിമ കാണാൻ വരുന്നവരെ കൊഞ്ഞണം കുത്തി കാണിക്കുന്ന ഒരവസ്ഥയാണ്, അതിന് തുല്യമാണെന്ന് പറയേണ്ടി വരും. പിന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഇതൊക്കെ പരിഹരിക്കാൻ കഴിയുന്നതല്ല, ഇന്ന് ഷോ നടക്കത്തില്ല എന്നോ അല്ലെങ്കിൽ ഇതിന് കൃത്യമായ ഒരു മറുപടി പറയാൻ തിയേറ്ററിൽ നടത്തിപ്പുകാരിൽ ആരും നമ്മളോട് വന്ന് ആ സ്ക്രീനിലിരിക്കുന്ന ആൾക്കാരോട് വന്ന് പറയാനായിട്ട് ഒരിക്കലും തയ്യാറായതുമില്ല. പലപ്പോഴായി നമ്മളടക്കമുള്ള ആളുകൾ ഈ ചോദിച്ചതിൻ്റെ ഭാഗമായി മാത്രം അവർ അതിനുള്ള ഉത്തരങ്ങൾ അറിയിച്ചതാണ്. അതുകൂടി പറയുകയാണ്. അതായത് ഈ ഷോ നടക്കുന്ന സമയത്ത്, ഷോ മുടങ്ങിയ സമയത്ത് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇതിന് പരിഹാരം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഈ ഷോ ഇനി മുന്നോട്ട് കളിക്കില്ല എന്നുള്ള കാര്യം പറയാനായിട്ട് അവിടേക്ക് ആരും എത്തിയിരുന്നില്ല. നമ്മളിങ്ങനെ നിരന്തരമായിട്ട് ചോദിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അവർ അതിനുള്ള മറുപടി പറഞ്ഞു പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഏകദേശം 3/4 മണിക്കൂറോളമാണ് എൻ്റെ കണക്കിൽ ഞങ്ങളെല്ലാം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നത്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന സിനിമ കാണാൻ വന്നവരുടെ ക്ഷമയും കൂടി എടുത്തു പറയേണ്ടതാണ്. അതായത് അവർ കാണിച്ചൊരു ക്ഷമയും ഇടപെടലും കൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. ചില സംസാരങ്ങൾ അല്ലെങ്കിൽ ശബ്ദമുയർത്തിയുള്ള സംസാരങ്ങൾ ഉണ്ടായെന്നല്ലാതെ ഏകദേശം കാര്യങ്ങളൊക്കെ സ്മൂത്തായി അവസാനിച്ചു എന്ന് വേണം പറയാം. പക്ഷേ ആ ക്ഷമ എല്ലാവരുടെ ഭാഗത്തു നിന്നും എല്ലാ തവണയും ഉണ്ടാകുമെന്ന് ഇത്തരം തിയേറ്ററുകാർ പ്രതീക്ഷിക്കരുതെന്ന് കൂടി പറയുകയാണ്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.